മുഹമ്മദ് നസി എന്ന് പറയുന്ന ക്ലബ്ബ് നമ്മളെക്കാളും കഷ്ടപ്പാടിലൂടെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജയം ശരിക്കും ആഘോഷിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മളൊന്ന് ശരിക്കും ആലോചിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്പോർട്സ് റിവ്യൂസുമായിട്ട് ആൻഡപ്പനാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. യു ആർ ബാക്ക് അഗെയിൻ അറ്റ് ആൻഡപ്പൻ ടോക്കീസ് ആൻഡ് ദിസ് ഈസ് ആർ ജെ ആൻഡപ്പൻ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സ്പോർട്സ് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഓർക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മളൊരു സ്റ്റുഡിയോ സെറ്റ് ചെയ്തെങ്കിലും നിങ്ങൾ എന്തിനാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇപ്പോൾ എൻ്റെ അനിയൻ്റെ ഒരു കല്യാണത്തിനായിട്ട് ഞാൻ നാട്ടിൽ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡിയോയിൽ നമുക്ക് എടുക്കാനൊരു വഴിയില്ല, പക്ഷേ സ്പോർട്സിൻ്റെ വീഡിയോസ് ചെയ്യണം. സോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യണത്. അഡ്ജസ്റ്റ് കറോ. ആൻഡ് സോ ഇന്നത്തെ സംഭവം ഇപ്പോൾ ന്യൂസ് ചാനലിലും ബാക്കി എല്ലായിടത്തും ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര പൊക്കി അടിക്കുന്നുണ്ട്. മിന്നുന്ന വിജയം, കേരള ബ്ലാസ്റ്റേഴ്സിന് വൻ വിജയം എന്നൊക്കെ പറഞ്ഞിടുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പും പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, മിക്കായൽ സ്റ്റാർ എന്ന് പറയുന്ന കോച്ചിനോട് എനിക്കെന്തോ പുള്ളിയുടെ ഒരു ടാക്ടിക്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളിയെ സാക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കഴിഞ്ഞ 3 മത്സരങ്ങൾ തോറ്റു. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ മത്സരം ജയിക്കും. ഈ മത്സരം ജയിക്കും എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇഷ്ടമല്ലാത്തൊരാൾക്ക് പോലും ഓൾറെഡി ഉണ്ടായിരുന്നൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും പ്രഡിക്റ്റ് ചെയ്തിരുന്നത് ഒരു വിന്ന് തന്നെയാണ്. പക്ഷേ ഇതിലുണ്ടായിരുന്നൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 60 മിനിറ്റ് ഉണ്ടല്ലോ, മത്സരം തുടങ്ങി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുള്ള ഒരു 60 മിനിറ്റ് വരേക്കുള്ള കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളിച്ചിട്ടേയില്ല. ഡിഫൻസ് കൊള്ളൂലായിരുന്നു, മിഡ്ഫീൽഡ് കൊള്ളൂലായിരുന്നു. ഫോർവേഡും ജീസസ് മാറി പെട്ടെന്ന് പെപ്രയ്ക്ക് കുറച്ച് നേരം കൂടുതൽ കിട്ടിയതിൻ്റെ ആണോ എന്താണോ എന്നറിയില്ല. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെയാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. എന്നാൽ 62ാമത്തെ മിനിറ്റിൽ മുഹമ്മദ് നഫ്സിയുടെ ഗോൾ കീപ്പർ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു എറർ, സൂപ്പർമാൻ പഞ്ചൊക്കെ ചെയ്യാനാണ് പുള്ളി നോക്കിയത്. പക്ഷേ എന്തായാലും അത് പാളിപ്പോയി സെൽഫ് ഗോൾ അടിച്ച് ഒരു ഗോൾ വീണ് നമ്മൾ ലീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും കളിച്ചു തുടങ്ങി എന്നുള്ളതാണ് കേട്ടോ. ഓൾറെഡി നമ്മുടെ ഈ രണ്ട് ക്ലബിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രശ്നങ്ങളുണ്ടോ? ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ മുഹമ്മദ് നസിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയുടെ പ്രശ്നങ്ങളാണ്. അതിപ്പോൾ അവരുടെ സാലറിയുടെ കാര്യം മുതൽ ടീമിൻ്റെ ഉള്ളിലുള്ള കോർഡിനേഷനിലടക്കം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ക്ലബ്ബ്, അങ്ങനെ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഇപ്പോൾ കൊണ്ടിരിക്കുന്ന ഒരു ക്ലബിനെ തോൽപ്പിച്ചത് നമുക്ക് അട്ടഹസിക്കാനോ ആഘോഷിക്കാനോ ഉള്ള സമയമല്ല എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. പുതിയ കോച്ചിൻ്റെ ടാക്ടിക്സ് എന്താണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 62 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് ആക്ച്വലി നൈസായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോറു നല്ലൊരു പ്ലെയറാണ്. ഞാൻ മുമ്പ് പറഞ്ഞു പുള്ളിക്ക് ഫിസിക്കൊക്കെ ഭയങ്കര കുറവാണ്, സംഭവങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ഒരു ഡൗട്ട് പുള്ളിയുടെ കാര്യത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാനത് തിരുത്തി പറയാണ്. പുള്ളിക്ക് കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി നല്ലോണം പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലെയറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സന്തോഷ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 പോയിൻ്റ് കിട്ടി. അതുപോലെ നമ്മൾ ഗോള് കൺസീഡ് ചെയ്യാതിരുന്നു എന്നുള്ളതാണ്. അത് ആ ക്ലബ്ബ് ആയതുകൊണ്ടായിരിക്കാം എന്നൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിലും അതൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതുവരെയും അട്ടഹസിക്കാനായിട്ടുള്ളതോ വി ആർ ബാക്ക് അഗെയിൻ എന്നൊന്നും പറയാനുള്ളത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. പക്ഷേ എന്തായാലും എനിക്ക് തോന്നുന്നു 2024 ഇനിയിപ്പോൾ സ്റ്റുഡിയോയിലുള്ള വീഡിയോ ഇടാനുള്ള ചാൻസ് ഓൾറെഡി എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, അത് മാത്രമേ ഇടാനുള്ള ചാൻസ് ഉള്ളൂ. സോ ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചിൽ കുപ്പിച്ചിൽ.